ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കൾ, എക്കാലത്തും ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ ടീമിൽ. എന്നിട്ടും ലോകകപ്പ് സ്വന്തമാക്കണമെന്ന സ്വപ്നം നെതർലാൻഡ്സിന് ബാക്കി. 3 തവണയാണ് അവർക്ക് ലോക കിരീടം ഒരു കൈപ്പാടകലത്തിൽ നഷ്ടപ്പെട്ടത്. ഇത്തവണ എല്ലാത്തിനും ഒരുങ്ങിയാണ് ഡച്ച് പട ലോകകപ്പിനിറങ്ങുന്നത്. പ്രതിരോധ നിരയുടെ നട്ടെല്ലായി നായകൻ വെർഗിൽ വാൻ ഡൈക്ക്, ഒപ്പം തലപ്പൊക്കമുള്ള മറ്റ് പ്രതിരോധ താരങ്ങളും. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിക്കാൻ ഫ്രങ്കി ഡിയോങ്, പ്രതിരോധത്തിനും ആക്രമണത്തിനും ഇടയിലെ പാലമാകാൻ ടിയാനി റൈൻഡേഴ്സ്. ടീമിനായി തന്ത്രം മെനയുന്നത് മുൻ താരം റൊണാൾഡോ കോമാൻ. നെതർലാൻഡ്സിന് കാൽപന്ത് കളിയൊരു പോരാട്ടമാണ്. വാശി കൂടിയാൽ കൈവിട്ട് കളിക്കും മടിയില്ലാത്തവർ. കളിയിൽ അച്ചടക്കമെന്നും നിലനിർത്തിയവരാണ് ജപ്പാൻ. അട്ടിമറിയും ഞെട്ടിക്കലും കളിയിൽ പതിവുള്ളവർ. ലോകകപ്പിന് മുമ്പായി നടന്ന സൗഹൃദ മത്സരങ്ങളിൽ ബ്രസീലിനെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. കഴിഞ്ഞ തവണ പ്രീ ക്വാർട്ടറിൽ കടന്നത് ജർമ്മനിയെയും സ്പെയിനെയും തോൽപ്പിച്ചിട്ട്. എല്ലാ തലത്തിലും ടീം സെറ്റാണ്. ആക്രമണത്തിൽ തഗെഫുസ കുബോ, ഒപ്പം അയാസെ ഉഡ, റിറ്റ്സു ഡോവൻ എന്നിവർ ജപ്പാൻ ടീമിന്റെ മുതൽക്കൂട്ട്. ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളില്ലെങ്കിലും മത്സരം മനോഹരമാക്കാൻ ജപ്പാൻ എന്നും ശ്രമിക്കാറുണ്ട്. 2014 ലോകകപ്പിൽ നെതർലാൻഡ്സിനോട് തോറ്റാണ് ജപ്പാൻ പുറത്തായത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.